ഹായ് ഓൾ. പി എസ് സിക്ക് ഇംഗ്ലീഷും മലയാളത്തിനും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബുക്സ് വെച്ച് തന്നെ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലതാവുക. അപ്പോൾ ഇംഗ്ലീഷ് മലയാളത്തിന് ഞാൻ ഉപയോഗിക്കുന്ന ബുക്സാണ് കാണിച്ചിരുന്നത്. ഇംഗ്ലീഷിനും മലയാളത്തിനും വേണ്ടി ലളിതം പബ്ലിക്കേഷൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന ഈ ബുക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സ് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നല്ലപോലെ കവറായി പോവും. നമുക്ക് അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നല്ല വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലി യൂസ്ഫുള്ളാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ടാലൻറ്റ് പബ്ലിക്കേഷൻ്റെ ഗിരീഷ് സാറിൻ്റെ ഒരു ബുക്കുണ്ട്. അതിനകത്ത് ഗ്രാമർ എങ്ങനെയാണ് ബിഗിനേഴ്സിന് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഗ്രാമറിൻ്റെ ബേസിക്സ് ഒക്കെ കവറായി പോവും. അത് പഠിച്ചതിന് ശേഷം അതിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ഏരിയാസ് കവർ ചെയ്ത് ക്വസ്റ്റ്യൻ ടാഗ് ആവാം, ടെൻസസ് ആവാം, അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതെല്ലാം അതിനകത്ത് വർക്കൗട്ട് ചെയ്യാം. ആ ബുക്ക് പഠിച്ചതിന് ശേഷം ലളിതം പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഫ്രീ ആയിട്ട് യൂട്യൂബ് ചാനൽസിൽ കിട്ടുന്ന ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ്, ഫസ്റ്റ് ബെൽ മലയാളം, ഇതെന്നെല്ലാം ഞാൻ പഠിക്കാറുണ്ട്. മലയാളവും ഇംഗ്ലീഷും ഇങ്ങനെയാണ് കവർ ചെയ്യുന്നത്. ഫ്രീ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് PK ലേണിങ്സിലൊക്കെ ക്ലാസ്സസ് ഇടുന്നുണ്ട്. വിപരീത പദം, സമാന പദമൊക്കെ, അപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. അതിനൊക്കെ ഉള്ളതൊക്കെ നോട്ടിനകത്തൊക്കെ എഴുതി വയ്ക്കും. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ ലളിതം പബ്ലിക്കേഷൻ്റെ ഇംഗ്ലീഷിൻ്റെയും മലയാളവും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യും. പിന്നെ ഉപയോഗിക്കുന്നത് ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലാണ്. ഡിഗ്രി പ്രിലിംസ് ലെവലിൻ്റെ റാങ്ക് ഫയൽ. അതിനകത്തും ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. അതും ഞാൻ കവർ ചെയ്യാറുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് ടാലൻറ്റിൻ്റെ ഗിരീഷ് സാറിൻ്റെ ബുക്ക് പഠിക്കും. അതുപോലെ ടെലഗ്രാം ചാനൽസ് ഉപയോഗിക്കും. അതിനുശേഷം ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്യും. ടാലൻറ്റിൻ്റെ ഈ ബുക്കിലാണെങ്കിലും ഒരുപാട് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസും മലയാളം ക്വസ്റ്റ്യൻസും ഉണ്ട്. ടാലൻറ്റിൻ്റെ ഈ റാങ്ക് ഫയലും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ജനറലായിട്ട് PSCക്ക് വേണ്ടി ഇംഗ്ലീഷും മലയാളത്തിനും ഉപയോഗിക്കുന്ന ബുക്സ്. നിങ്ങൾക്കും ഹൈലി യൂസ്ഫുൾ ആവും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച്.